കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഇന്ന് കാണും. മഹാബലിപുരത്ത് റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച. 38 കുടുംബങ്ങൾ ചെന്നൈയിലെത്തി. 10 മണിയോടെയാകും വിജയ് റിസോർട്ടിൽ എത്തുക. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. വിജയെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. വിജയ് കാരണമാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായത് എന്നുള്ള വലിയ വികാരം ആ കുടുംബാംഗങ്ങളൊക്കെ ആ ദുരന്തത്തിന് പിന്നാലെ പ്രകടിപ്പിച്ചതും വിജയിനെ കണ്ടാൽ ഞങ്ങൾ ചെരുപ്പൂരി എറിയുമെന്നൊക്കെ പറഞ്ഞതും അത്തരത്തിൽ വൈകാരികമായ നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വിജയ് ധനസഹായം അടക്കം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലതരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ഓരോ കുടുംബത്തെയും. പക്ഷെ അപ്പോഴും ഈ റിസോർട്ടിലേക്ക് എത്താൻ മടിച്ചു നിൽക്കുന്ന ചില കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ ജയ്? ആര്യ, ഇതിൽ ഭൂരിഭാഗം കുടുംബങ്ങളെയും ടി.വി.കെ അധികൃതർ അവർ ഇപ്പോൾ അനുനയിപ്പിച്ച് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിലെ വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത്. ടി.വി.കെ പറയുന്നതനുസരിച്ച് 38 കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു. 2 കുടുംബങ്ങൾ വിമാനമാർഗം ചെന്നൈയിൽ എത്തുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബം മാത്രമാണ് നിലവിൽ വിട്ടു നിൽക്കുന്നതെന്നാണ് ടി.വി.കെ വ്യക്തമാക്കുന്ന കാര്യം. എന്നാൽ ഇന്ന് ചടങ്ങ് തുടങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ എത്രത്തോളം ആയിരിക്കും എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് 10 മണിയോടെയാകും വിജയ് ഈ കുടുംബാംഗങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ 38 കുടുംബങ്ങളും നിലവിൽ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു. ഇന്നലെ കരൂരിൽ ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്ത് എല്ലാവരെയും കാർ മാർഗം എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ബസ് വഴിയാണ് ഇവരെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്. ഇവരെ ബസ് മാർഗം ചെന്നൈയിലേക്ക് ഇന്നലെ തന്നെ എത്തിക്കുകയും ചെയ്തിരുന്നു. 2 കുടുംബങ്ങൾ ഇന്ന് എത്തുമെന്നാണ് ടി.വി.കെ അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. 10 മണിയോടെ വിജയ് റിസോർട്ടിൽ എത്തുകയും ആദ്യം ഈ ഒരു പൊതുചടങ്ങായിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ അറിയിച്ചത് പ്രകാരം ആദ്യം വിജയ് കുടുംബാംഗങ്ങളെ റൂമിലെത്തി കണ്ടതിന് ശേഷമായിരിക്കും പൊതുചടങ്ങെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഈ റിസോർട്ടിനകത്തുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിൽ ഇവർ ഒരു പൊതുചടങ്ങ് സംഘടിപ്പിക്കും. വിജയ് ഇവിടെ എത്തി പൊതുവായിട്ട് പാർട്ടി പ്രവർത്തകരോടും അതുപോലെ തന്നെ ഈ കുടുംബങ്ങളോടും സംസാരിക്കും. അതിനുശേഷം ഈ മരിച്ച 41 പേർക്ക് ഒരു സ്മരണ എന്നോണം മെഴുകുതിരി കത്തിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വിജയ് ഈ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി ചെന്ന് കാണുന്നത് ഉൾപ്പെടെ ഉണ്ടാവുക. ഇവർക്ക് വേണ്ടി 50 റൂമുകളാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് വിവരം. വിജയ് ഈ ഓരോ മുറിയിലും എത്തി ഇവരെ കാണുകയും ചെയ്യും. അതിനുശേഷം ഉച്ച സമയത്ത് വിജയ്ക്കൊപ്പം ഇവർ ഉച്ചഭക്ഷണവും കഴിക്കും. ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി എല്ലാ പരിപാടികളും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ടി.വി.കെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നിരവധി ടി.വി.കെയുടെ നിരവധി പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 ടി.വി.കെയുടെ ജില്ലാ ഘടകങ്ങൾക്കാണ് ഈ ചടങ്ങിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. കരൂരിന് പുറമെ കോയമ്പത്തൂർ അതുപോലെ തന്നെ ഈരോട് ജില്ലകളിലുള്ള പ്രതിനിധികൾക്കും ഈ പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. ഇന്ന് ഇവരെ കണ്ടതിന് ശേഷമായിരിക്കും വിജയുടെ ഇനി അടുത്ത പൊതുചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തീരുമാനിക്കുക. അതിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ എന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ല. എങ്ങനെയായിരിക്കണം യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഒരു പ്രത്യേക ഒരു ഡേറ്റ് പറയാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ വിജയുടെ ഇനി യാത്ര തുടരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മീറ്റിങ്ങിന് ശേഷമായിരിക്കും അറിയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് ഒരു പൊതു ചടങ്ങിനെത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഇന്നത്തെ മീറ്റിങ്ങിനുണ്ട്. അതിനുശേഷം വിജയ് ഒരു തവണ ഓൺലൈനായിട്ട് ഒരു വീഡിയോ വഴി ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതല്ലാതെ മറ്റൊരു പൊതുപരിപാടിക്ക് പോലും വിജയ് വന്നിട്ടില്ലായിരുന്നു. വിജയ് വീട്ടിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നത്. വീട്ടിലും അതുപോലെ തന്നെ ഈ പാർട്ടി ഓഫീസിലും ചെന്നൈയിലുള്ള ഓഫീസിലും മാത്രമാണ് വിജയ് എത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ മറ്റൊരിടത്തും വിജയ് പോയിരുന്നില്ല. ഈ ഒരു ചടങ്ങാണ് വിജയ് ആ കരൂർ ദുരന്തത്തിന് ശേഷം പങ്കെടുക്കുന്ന ഒരു ആദ്യമായി ആ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൊതുമധ്യത്തിലേക്ക് വിജയ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വിജയിയെ സംബന്ധിച്ച് അത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ കുടുംബാംഗങ്ങളെ അത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ട് വിജയ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ കുടുംബാംഗങ്ങളെയൊക്കെ നേരിട്ട് പോയി ആ വീടുകളിൽ പോയി കാണുക എന്ന് പറയുന്നത് വിജയിയെ പോലൊരു താരത്തെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ അല്ല എന്നതാണ് സാഹചര്യം. അതെല്ലാവർക്കും മനസ്സിലാകും. അത്തരം വിഷയങ്ങളെല്ലാം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപക്ഷെ വീഴ്ചകൾ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് തൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, താൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ഒരു ത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എത്തിയത് എന്നത് ഒക്കെ ഇന്ന് കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് വിജയ് വിശദീകരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ വിജയ്ക്ക് മേലുള്ള
തെറ്റിദ്ധാരണകൾ, ആ കുടുംബത്തിന്റെ തെറ്റിദ്ധാരണകളൊക്കെ ഒരുപക്ഷെ ഇന്നത്തോടുകൂടി മാറിയേക്കാം അല്ലേ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് കരൂരിലെത്തി കാണാൻ സാധിക്കാത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വിജയ് കുടുംബാംഗങ്ങളോട് പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരൂരിലെത്താൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ ഈ ദുരന്തത്തിൻ്റെ ദിവസം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെല്ലാം കുടുംബാംഗങ്ങളോട് പറയും എന്ന് തന്നെയാണ് TVK അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. വിജയ് ആദ്യം നേരിട്ട് ചെന്ന് ഈ കുടുംബാംഗങ്ങളെ കാണാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക അപേക്ഷ ഉൾപ്പെടെ തമിഴ്നാട് DGPക്ക് നൽകിയിരുന്നു. എന്നാൽ DGP ഇത് അംഗീകരിച്ചിരുന്നതാണ്. DGP ഇത് പറഞ്ഞത് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ ഇത് ജില്ലാ അധികൃതരോടാണ് ബന്ധപ്പെടേണ്ടത്, അവരിൽ നിന്നാണ് അനുമതി തേടേണ്ടത് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം വിജയും അതുപോലെ തന്നെ TVK അധികൃതരും എന്നാൽ കരൂർ ജില്ലാ പോലീസ് മേധാവികളോടും അതുപോലെ തന്നെ മറ്റ് അധികൃതരോടും എന്നാൽ ബന്ധപ്പെട്ടിരുന്നില്ല. ഈയൊരു മീറ്റിംഗ് നടത്തിയാൽ ഉണ്ടായേക്കാവുന്ന സുരക്ഷാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതെന്തെങ്കിലും മറ്റ് വലിയ വിവാദത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഭയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കരൂരിലെത്തി വിജയ് ഈ കുടുംബാംഗങ്ങളെ കാണാനുള്ള ഒരു നീക്കം അത് അവസാനിപ്പിച്ചുകൊണ്ട് ഇവരെ ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്ത് എത്തിച്ച് ഈ സ്വകാര്യ റിസോർട്ടിൽ വെച്ച് കാണാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നെന്തായാലും 10 മണിയോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TVK വൃത്തങ്ങളും സൂചിപ്പിക്കുന്ന വിവരം അതാണ്. ഇന്നത്തെ ഈ പൊതുപരിപാടിയിൽ വിജയ് ഇനി അടുത്ത പാർട്ടി പ്രവർത്തനങ്ങൾ ഏത് വിധമാകും, ഇനി എപ്പോഴായിരിക്കും പൊതുമധ്യത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ ഒരു ആകാംക്ഷ. അതുൾപ്പെടെയാണ് ഈ എതിരാളികളടക്കം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ്. അതുമാത്രമല്ല, വിജയുടെ സിനിമ ജനനായകൻ അത് റിലീസിന് ഒരുങ്ങുകയാണ്. ഈ പൊങ്കൽ റിലീസായിട്ട് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഉൾപ്പെടെ വിജയ്ക്ക് എന്തായാലും പുറത്തിറങ്ങിയേ മതിയാകൂ. അപ്പോൾ അതുൾപ്പെടെ വിജയിന് പൊതുമധ്യത്തിൽ വരുന്നത്, കൂടുതൽ വിജയുടെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ, ഇന്നത്തെ ഈ ചടങ്ങിനിടയിൽ വിജയ് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ആരാധകരും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ വിജയുടെ പാർട്ടി എതിരാളികളും ഉൾപ്പെടെ നോക്കിക്കാണുന്ന ഒരു കാര്യം. യെസ്, അജയ് സുധാ ബിജു ആണ് വിവരങ്ങളുമായി ചേർത്തത്. എന്തായാലും വിജയ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് തന്റെ ഭാഗം വിശദീകരിക്കാൻ ഒരുങ്ങുകയാണ്. മഹാബലിപുരത്താണ്, റിസോർട്ടിലാണ് ഈ യോഗം നടക്കുന്നത്. രാവിലെ 7:30 ഈ യോഗ പരിപാടികളെല്ലാം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.